ഭരണവും നിലവിൽ വന്നിട്ടില്ലാത്ത ഒരു സംസ്ഥാനത്ത് സംഘിണികളുടെ താമരപ്പൂ സത്യാഗ്രഹം ഇന്നലെ കേരളത്തിൽ പലയിടത്തും നടക്കുകയുണ്ടായി. ഓടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ ഓടിക്കയറി റോഡിന്റെ മണ്ടക്ക് കയറിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന് സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ അവർ പറഞ്ഞതാണ്, അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മളെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി അതിനുള്ള മറുപടിയും നൽകി. അവർ സ്വയം പരിഹാസ്യരാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ജനം ചിരിക്കില്ലേ? ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു മന്ത്രിസഭാ യോഗം പോലും കൂടിയിട്ടില്ല. അതിനു മുമ്പ് അതെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ആരാണ് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്? ചീഫ് സെക്രട്ടറിക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? എന്തിനാണ് സ്വയം പരിഹാസ്യരാകുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാകരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്ത് ആളുകൾ ചിരിക്കില്ലേ? അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മൊത്തം ദോഷമാണ് അങ്ങനെ ഒരു മോശം അഭിപ്രായം ഉണ്ടാകുന്നത്. ബി.ജെ.പിയുടെ പൊള്ളയ വാഗ്ദാനങ്ങൾ നൂറെണ്ണം കിടക്കുമ്പോഴാണ് അധികാരത്തിലേറാത്ത പാർട്ടിയുടെ വാഗ്ദാനം ഉയർത്തിക്കാട്ടി സമരം ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കോ താഴെ കാണുന്ന പ്ലേ ബട്ടണോ അമർത്തുക.